നമസ്കാരം, ഏവർക്കും സിനിമ കേരളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിനിമ കേരള ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്യാൻസർ ബാധിതരായ നടന്മാരെ കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് മലയാള സിനിമയിലെ പ്രമുഖ നടനും രാഷ്ട്രീയ പ്രവർത്തകനും ഹാസ്യ സാമ്രാട്ടുമായ ശ്രീ ഇന്നസെന്റ് ആണ്. അദ്ദേഹം ക്യാൻസറിനെ കുറിച്ചുള്ള പോരാട്ടം പല വേദികളിലും നിറഞ്ഞ ചിരിയോടുകൂടി നമ്മുടെ മുന്നേ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകവും നമുക്ക് സമ്മാനിച്ച് 2023 അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി. ജിഷ്ണു രാഘവൻ മലയാള സിനിമയിലെ യുവ താരനിരകളിൽ ഒരാളായിരുന്നു ജിഷ്ണു രാഘവൻ. 2002 നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ ജീവിതത്തിലേക്ക് എത്തിയത്. ചുരുങ്ങിയ സിനിമകളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചെങ്കിലും അദ്ദേഹത്തെ നമ്മൾ ആരും തന്നെ മറന്നു കാണില്ല. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലും ശ്വാസനാളങ്ങളിലുമുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. 2016 കൊച്ചിയിൽ വച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. മണിയമ്പിള്ള രാജു 1980കളിൽ നിർമ്മാതാവായും നടനായും നമ്മുടെ മുന്നിലെത്തിയ അദ്ദേഹം ഒരു സിനിമാ ചിത്രീകരണ വേളയിൽ തനിക്ക് തൊണ്ടയിലുണ്ടായ ക്യാൻസറിനെ കുറിച്ച് പറയുകയുണ്ടായി. തുടർന്ന് റേഡിയേഷനും ചികിത്സയും വഴി ക്യാൻസർ വിമുക്തമായി എന്നും ജനങ്ങളെ അറിയിച്ചു. മംത മോഹൻദാസ് മലയാളത്തിൻ്റെയും തമിഴിലെയും അഭിനയിക്കുന്ന ഈ താരം തനിക്ക് ഉണ്ടായ ക്യാൻസർ അനുഭവത്തെക്കുറിച്ചും ജനങ്ങളോട് പറഞ്ഞു. 2 തവണയാണ് അവരെ ക്യാൻസർ പിടിപെട്ടത് എങ്കിലും അതെല്ലാം ധൈര്യത്തോടെ ചേർത്ത് തോൽപ്പിക്കുകയായിരുന്നു അവർ. അവരുടെ ഈ ധൈര്യവും ജീവിതത്തോട് ഉള്ള അവരുടെ ഈ സമീപനവും അവരുടെ ആരാധകരെ എന്നും പ്രചോദിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തനിക്ക് ഇത് 2ാം ജന്മമാണെന്നും ഈ ജന്മത്തെ നന്ദിയോടെ ഓർക്കുന്നു എന്നും അവർ ഒരിക്കൽ പറയുകയുണ്ടായി. ശരണ്യ ശശി മലയാള സിനിമയിലെയും സീരിയൽ മേഖലകളിലും പ്രമുഖ നടിയാണ് ശരണ്യ ശശി. 11 വർഷക്കാലമാണ് അവർ ക്യാൻസറിനോട് പോരാടിയത്. കൂടാതെ 11 ശസ്ത്രക്രിയകളും അവർക്ക് നടന്നിട്ടുണ്ട്. 2021 ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് അവർ അന്തരിച്ചത്. രവികുമാർ മലയാളത്തിലെയും തമിഴിലെയും തന്നെ ഒരു പ്രമുഖ നടനാണ്. അദ്ദേഹത്തിന് ലങ്സിലുണ്ടായ ക്യാൻസറാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. 2025 ഏപ്രിലാണ് അദ്ദേഹം അന്തരിച്ചത്. ശ്രീ കവിയൂർ പൊന്നമ്മ 2024 സെപ്റ്റംബർ 9-നാണ് മരണമടഞ്ഞത്. മലയാള സിനിമയിലെ മൂത്ത നടിമാരിൽ ഒരാളായിരുന്നു ശ്രീ കവിയൂർ പൊന്നമ്മ. സ്റ്റേജ് 4 ക്യാൻസർ ആയിരുന്നു സ്ഥിരീകരിച്ചിരുന്നത്. അവരുടെ നഷ്ടം മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത ഒന്ന് തന്നെയായിരുന്നു. പ്രധാനപ്പെട്ട അമ്മവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന അവരെ മലയാളികൾ പെട്ടെന്നൊന്നും മറന്നു കാണത്തില്ല. മച്ചാൻ വർഗീസ് മിമിക്രി കലാകാരനായി തുടങ്ങി ശേഷം മലയാള സിനിമയിൽ ഇതര വേഷങ്ങൾ കൈകാര്യം ചെയ്ത അദ്ദേഹം 2011 ക്യാൻസർ മൂലം മരണപ്പെട്ടത്. മലയാള സിനിമാ രംഗത്തെ ചില പ്രമുഖ നടന്മാരെ ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർ ശക്തിയായി ചേർത്ത് തോൽപ്പിച്ച് പലരും ജീവിതത്തിൽ മുന്നേറിയിട്ടുണ്ട്. എന്നാൽ ചിലർ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ടുമുണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന കാര്യമാണ്. രോഗത്തെ ആത്മധൈര്യത്തോടും മനോബലത്തോടു കൂടിയും ചേർത്ത് തോൽപ്പിക്കുക എന്നത് തന്നെയാണ് വലിയ കാര്യം. ക്യാൻസർ പോലുള്ള പല വെല്ലുവിളികളും പല മേഖലകളിലും നമുക്ക് നേരിടും. ഇതെല്ലാം വളരെ ആത്മധൈര്യത്തോടും പോസിറ്റീവ് എനർജിയോടുകൂടിയും നമ്മൾ നേരിടുക എന്നതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് സിനിമ കേരള നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാം വളരെ മനോബലത്തോടു കൂടി നമ്മൾ നേരിടുക. നന്ദി, നമസ്കാരം.